അലൈക്കും വറഹ്മത്തുള്ള. ഒരുപാട് പേർക്ക് ഈ ഒരു അറിവ് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടും. ഇത് അല്ലാഹു തആലയുടെ റിസ്ക് മഴ പെയ്യുന്നത് പോലെ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. സമ്പത്ത്, നല്ലൊരു ജോലി, ഭക്ഷണം, എന്താണോ റിസ്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, ഭൗതിക ലോകത്ത് എന്താണോ വേണ്ടത്, അതിനു പറ്റിയ ആത്മീയ വഴികൾ. അൻസാരി ഉസ്താദ് പറഞ്ഞതുപോലെ ഇത് മാത്രം അവലംബിച്ച് ഒരാൾ വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ അധ്വാനിക്കുകയും ചെയ്യാം. ഫസ്ഔ ഇലാ ദിക്രില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അല്ലേ, സൂറത്തുൽ ജുമഅയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജുമാ നിസ്കാരം കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? ഭൂമിയിൽ കൂടി നിങ്ങൾ അന്വേഷിച്ച് ജോലികൾ കണ്ടെത്തണം. അത് ജുമാ സൂറത്തിൽ പറയുന്നുണ്ട്. അതൊരു ഭാഗം. പക്ഷെ എത്ര ജോലി തിരഞ്ഞാലും അല്ലാഹു തആല നമുക്ക് ജോലി തരണം. അപ്പോൾ നമ്മൾ ഭാഗം ശ്രമിക്കുക. അതോടുകൂടെ ഈ പറയുന്ന കാര്യങ്ങളും കൂടെ ചെയ്യാം. ഏതാണ് ഒന്നാമത്തത്? ഇതിൽ ഹദീസുകൾ തെളിവ് സഹിതമാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഹദീസുകളൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഒന്ന്, ഖുർആൻ ഓത്ത് വർദ്ധിപ്പിക്കുക. ഖുർആൻ ഓത്ത് വർദ്ധിപ്പിച്ചാൽ അവന് കിട്ടുന്ന ഗുണം യക്സുറു ഖൈറുഹു. ഒരുപാട് ഗുണം പറയുന്നുണ്ട്. അതിലൊന്ന്, അവൻ്റെ ഖൈർ വർദ്ധിപ്പിക്കും, അഥവാ സമ്പത്ത് കൂടും. അവൻ്റെ വീട്ടിൽ മലക്കുകൾ വരും, ശൈത്താൻ വരും, അതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഖുർആൻ നല്ലോണം ഓതുന്ന വീടാണെങ്കിൽ സമ്പത്ത് വർദ്ധിക്കും. ഒന്ന്, ആ ഹദീസിൻ്റെ വാക്കി കാണാം, വ ഇന്നൽ ബൈത്തല്ലദി ലാ യഖ്റഉ ഫീഹിൽ ഖുർആനു. ഖുർആൻ ഓതാത്ത വീടാണോ യളീഖു അലാ അഹ്ലി. അവൻ്റെ കുടുംബത്തിന് ഇങ്ങനെ കുടിസ്, ഇങ്ങനെ ഒരു ജോലിയും ഒന്നും ശരിയാവാത്തൊരവസ്ഥ വരും. അതിനെന്തു ചെയ്താൽ മതി? വീട്ടിൽ ഖുർആനോത്ത് നല്ലോണം വർദ്ധിക്കുക. നിങ്ങൾ ഒരാളടുത്തും സമ്പത്ത് തേടി എന്തെങ്കിലും തേടി പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഖുർആനോത്ത് വർദ്ധിപ്പിക്കുക. ഖുർആൻ ഓതാ അറിയാത്തവർ വീട്ടിൽ ഫോണിൽ നിന്ന് പല ഖിറാത്തുകൾ കിട്ടും. അതിങ്ങനെ രാവിലെ തന്നെ സുബഹിക്ക് നല്ല ഖിറാത്തുകൾ ഇങ്ങനെ കേൾക്കുക. സുലഭമാണ് യൂട്യൂബിൽ. അത് വല്ലാത്ത സമ്പത്ത് നിങ്ങളെ തേടിത്തരും. രണ്ട്, ചുരുക്കി പറയാം, ഒരുപാട് ഹദീസുകൾ ഇതിനെ പറ്റി, ഖുർആനെ പറ്റിയിട്ടുണ്ട്. അൽ ഖുർആനു ഇനൻ ലാ ഫഖറ ബഅദ വല ഇനൻ ബഅദുനഹു. ഇങ്ങനെ ഒരു ഖുർആൻ ഓതിയാൽ സമ്പത്ത് കിട്ടും എന്നുള്ളതിന് ഒരുപാട് ഹദീസുകൾ നമുക്ക് പറയാൻ പറ്റും. രണ്ട്, സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ, ഞാൻ സ്വലാത്ത് എത്ര ചെല്ലേണ്ടത്? ഞാൻ നിങ്ങളുടെ മേൽ സ്വലാത്ത് എത്രയാണ്? നീ ഉദ്ദേശിച്ചത് ചെയ്തു. എന്നിട്ട് അവസാനം വിശദീകരിക്കല്ല, എൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട മുഴുവൻ ഭാഗങ്ങളും, നിസ്കാരം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലാൻ ഞാൻ കരുതുന്നു. അപ്പം നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഈതൻ, അങ്ങനെ നീ എൻ്റെ മേൽ സ്വലാത്ത് ചെല്ലുകയാണെങ്കിൽ തുക്കുഫ ഹമ്മക്, നിൻ്റെ ഈ സാമ്പത്തികപരമായിട്ടുള്ള പരാതികൾ മൂലം ഉണ്ടാകുന്ന ടെൻഷനുകൾ, ഈ അങ്ങോട്ട് നീങ്ങി കിട്ടും. സ്വലാത്ത് വർദ്ധിപ്പിച്ചോളി. രണ്ടാമത്തെ കാര്യം, ഒന്ന് ഖുർആൻ ഓതുക, രണ്ട് സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മൂന്നാമത്തെ കാര്യം, സുബഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക. സുബഹിക്ക് ശേഷം പ്രഭാത ദിക്റുകൾ ചെല്ലുക. വിർദുൽ ലത്തീഫ് ഉണ്ട്, ഒരുപാട് നമ്മളെ സുബഹിൻ്റെ സമയത്തുള്ള അദ്കാർ സബാഹ് ഉണ്ട്, അതൊക്കെ ചൊല്ലുക. രാവിലെ തന്നെ ബിസിനസ് ചെയ്യുക. എന്തെങ്കിലും ഒരു ബിസിനസ് രാവിലെ തന്നെ തുടങ്ങാൻ കഴിഞ്ഞാൽ, അവ്വലുൻ നഹാറിൽ ഒരാൾ കച്ചവടം ചെയ്താൽ വലിയ ബറക്കത്തുണ്ടാവുന്നു. ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മുടെ നാട്ടുകളിലൊക്കെ ബംഗാളികൾക്ക് ചായ കച്ചവടം ചെയ്ത് ആയിരങ്ങൾ ദിവസം തന്നെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്കും
1000 2000 ഉണ്ടാക്കുന്ന കച്ചവടക്കാരുണ്ട്. ഇത് വലിയൊരു ബറക്കത്താണ്. അല്ലാഹു ബാരിക് ലി ഉമ്മത്തി ഫി ബുക്കൂരി, നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. ബുക്കൂറിൽ ഈ നേരത്തെയുള്ള സമയത്തിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബറക്കത്ത് ചെയ്തതായിട്ടും ഹദീസുകളിൽ നിരവധിയുണ്ട്. ആ സമയത്ത് ഉറങ്ങാതിരിക്കുക. ഓക്കെ, ഇനി മറ്റൊരു കാര്യം വർദ്ധിപ്പിക്കുക. ഒരാൾ പറയുന്നു, എനിക്ക് വല്ലാതെ കടവും സാമ്പത്തിക പ്രതിസന്ധിയും ആയിട്ട് ഞാൻ വളരെ എൻ്റെ ചിന്ത മുഴുവനും അതാണ്. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അക്സിർ ഇസ്തിഗ്ഫാർക്ക്, നീ നിൻ്റെ ഇസ്തിഗ്ഫാറിനെ നീ വർദ്ധിപ്പിക്കുക. എന്തിനു പകരമായിട്ട്? ബദലൻ നിൻ്റെ ഇഫ്തിഖാർ വർദ്ധിപ്പിക്കുന്നതിന് പകരമായിട്ട്. വലിയൊരു വാക്കാണ്. സാമ്പത്തികപരമായ ടെൻഷൻ അടിക്കുന്നതിന് പകരം നീ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്, എൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിൽ കരുതി ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചൊല്ലിക്കോളൂ. എത്രയാണോ ചെല്ലുന്നത് അത്ര കണ്ട് നിങ്ങൾ ടെൻഷനുകൾ ഒഴിവായി കിട്ടും, സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും. മറ്റൊന്ന്, ഒരു കാര്യം കൂടി പറയട്ടെ. സമ്പത്ത് നിങ്ങളിലേക്ക് വരാൻ കാരണം ഒരു ഹദീസിൽ കാണാം, നിങ്ങൾ വാക്ക് പാലിക്കുക. അമാനത്ത്, വഫാ, ഒരാൾക്ക് വാക്ക് കൊടുത്ത് അത് പാലിക്കുക. അത് സമ്പത്ത് കൂടാൻ കാരണമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ വലിയ സമ്പത്ത് നിങ്ങൾക്കുണ്ടാവും. ഒന്ന് ചുരുക്കി പറയാം: 1 ഖുർആനോത്ത്, 2 സ്വലാത്ത്, 3 സുബഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക, 4 ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കുക, 5 വിശ്വസ്തത, ഒരാൾ വാക്ക് പാലിക്കുക. ഇത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക. ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ചെയ്തു തീർത്താൽ നിങ്ങൾക്ക് സമ്പത്ത്. വേറെ ഹദീസിൽ കാണുന്ന, നീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ വേണ്ടി നല്ലൊരു ഉദ്ദേശം വെച്ച് ഇസ്ലാം പറയുന്ന രൂപത്തിൽ വിവാഹം ചെയ്താൽ എനിക്ക് സമ്പത്ത് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു തരും. ഇങ്ങനെ ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇത് വിചാരിച്ച് വീട്ടിൽ ഇതന്നായിട്ട് കൂടരുത്. നമ്മൾ ഇതും ചെയ്യണം, നമ്മൾ ജോലിക്ക് ഇറങ്ങുകയും വേണം. അപ്പോൾ അല്ലാഹു തആല നമുക്ക് നമ്മുടെ റിസ്കിൽ അല്ലാഹു തആല ബറക്കത്ത് ചെയ്യും ഇൻഷാ അല്ലാഹ്.